ഹായ് ഹലോ ഇപ്പോൾ സമയം 5:30 AM 5:30 ഞാൻ കുറേ ദിവസം കൊണ്ട് ആഗ്രഹിക്കുന്നതാണ് എനിക്ക് എല്ലാ ദിവസവും 5:30 എഴുന്നേൽക്കാൻ പറ്റണം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 8 മണി 7:30 ആക്കി, 7 മണി 7:30 7 മണിയാക്കി, പിന്നെ 6:30 ആക്കി, അത് 6 മണിയാക്കി, പിന്നെ 5:30 ഞാൻ അങ്ങനെ ഫൈനലി എഴുന്നേൽക്കാൻ വേണ്ടി തുടങ്ങി. എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഈ സമയത്ത് എനിക്ക് എല്ലാ ദിവസവും എഴുന്നേൽക്കണം എന്നുള്ളത്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് എനിക്ക് രാവിലെ എഴുന്നേറ്റ ഉടനെ ഒന്ന് കുളിക്കണം. കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ തല നനയ്ക്കാൻ തന്നെ കാരണം രാവിലെ ഞാൻ എല്ലാ ദിവസവും തല നനയ്ക്കലൊന്നുമില്ല. പക്ഷേ വൈകുന്നേരം നനച്ച് കിടന്നാൽ മുടി ഉണങ്ങത്തില്ല, മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ തല നനച്ചത്. പതിവില്ലാണ്ട് ചന്ദനവും പൊട്ടും ഒക്കെ തൊട്ടിട്ടുണ്ട്. എന്തോ എനിക്ക് ഇപ്പം ഈ ഇടയായിട്ട് ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് മനസ്സിന് ഭയങ്കരമായിട്ട് റിലാക്സേഷൻ കിട്ടുന്ന ഒരു പരിപാടിയാണ്. എനിക്കിങ്ങനെ ഇത്ര നേരത്തെ എഴുന്നേൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഞാനും അച്ഛമ്മയും മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ. അപ്പം അങ്ങനെ എത്ര നേരത്തെ എഴുന്നേറ്റ് പണിയെടുത്ത് തീർക്കേണ്ട അങ്ങനെ അത്യാവശ്യങ്ങളൊന്നും ഇല്ല. എന്നാലും എനിക്ക് നേരത്തെ എഴുന്നേൽക്കാനുള്ളൊരാഗ്രഹം കൊണ്ട് ഞാൻ എഴുന്നേറ്റ് ഓരോന്നൊക്കെ ചെയ്യുന്നതാണ്. രാവിലെ കോഫി കുടിക്കൽ എൻ്റെ പതിവൊന്നുമല്ല. രാവിലെ പാൽ ചായയാണ് കുടിക്കാറ്. ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് ആദ്യം തന്നെ കോഫിയൊക്കെ കുടിച്ച് കുറച്ച് നേരം തിണ്ണയിൽ പോയിരുന്നു. ചെറിയ ചാറ്റൽ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. ഇത് ഇന്നലത്തെ മീൻ കറിയാണ്. അപ്പോൾ അതൊന്ന് ആദ്യം തന്നെ അങ്ങ് ചൂടാക്കി മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇത് ഇഡ്ഡലിക്കുള്ള മാവാണ്. ഇഡ്ഡലിയോ ദോശയോ എന്ത് വേണമെങ്കിലും ഈ മാവ് കൊണ്ട് ഉണ്ടാക്കാമല്ലോ. പിന്നെ മുടിയിലെ കെട്ടൊക്കെ അഴിച്ച് മുടിയൊക്കെ ഒന്ന് തോർത്തി ഒരു ചെറിയ ക്ലിപ്പ് വെച്ചിട്ട് നമുക്കിതൊന്ന് ഒതുക്കി കെട്ടി വയ്ക്കാം. മൊത്തത്തിൽ പിന്നെ ഇട്ട് കെട്ടി വയ്ക്കാൻ പറ്റില്ലല്ലോ, മുടി നനഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. കിച്ചണിൽ വന്ന് അപ്പോഴേക്ക് ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചു. രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഈ ക്യാൻഡിൽ കത്തിച്ച് വെക്കുവേ. കുളിയെല്ലാം കഴിയുമ്പം അത് കത്തിച്ച് വെച്ചു. ചായ റെഡിയായി. ചായ ആദ്യം തന്നെ നമുക്ക് അച്ചമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാം. സാധാരണ അച്ചമ്മ കിച്ചണിലോട്ടൊക്കെ രാവിലെ വന്ന് അവിടെ നിന്നാണ് ചായയെല്ലാം കുടിക്കാറ്. പക്ഷേങ്കിൽ ഇപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് അങ്ങനെ കിച്ചണിലോട്ട് വരാറില്ല. അപ്പോൾ ഞാൻ അച്ചമ്മയ്ക്ക് ചായ കൊണ്ട് കൊടുത്തു. ഇനി കുടിക്കാനുള്ള വെള്ളമാണിത്. കുടിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു. ഇഡ്ഡലി റെഡിയാക്കാൻ വേണ്ടി വെക്കാം. എനിക്കിങ്ങനെ എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ അവിടെ എന്തെങ്കിലും കുറച്ച് പൊടി ആയാൽ തന്നെ എനിക്ക് അപ്പം തുടച്ചെടുക്കണം. എന്നിട്ട് ബാക്കി പണി പിന്നെ എടുത്താലും എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ അത് തുടച്ച് വൃത്തിയാക്കി വെക്കണം. ഇതിപ്പോൾ കാന്താരി പറിക്കുന്നതാണ്. കാന്താരി പച്ചമുളകിന് പകരം ചമ്മന്തിക്ക് കാന്താരി അരയ്ക്കാൻ വേണ്ടിയിട്ട് അച്ചമ്മ പറഞ്ഞു കാന്താരി അരയ്ക്കുന്നതാണ് നല്ലതെന്ന്. ഓക്കെ, അങ്ങനെ അതൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ കുടിക്കുന്ന വെള്ളം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലായിടും ഒന്ന് അടിച്ചു വാരിയിടുന്നുണ്ട്. ഇന്ന് തുടയ്ക്കുന്നൊന്നുമില്ല. മിനിഞ്ഞാന്ന് ഞാനൊന്ന് തുടച്ചതാണ്. അപ്പോൾ 2 ദിവസം 3 ദിവസം കൂടുമ്പോഴാണ് ഞാൻ തുടയ്ക്കാറുള്ളത്. കാരണം ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ ഇവിടെ. ചവിട്ടി ചെളിയാക്കാനൊന്നും ആൾക്കാരൊന്നും ഇല്ല, പിള്ളേരൊന്നും ഇല്ലാത്തത് കൊണ്ട്. അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡിയായി. അപ്പോഴേക്കും ഇഡ്ഡലിയും റെഡിയായി. നല്ല പൂ പോലത്തെ ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. ചില സമയത്തൊക്കെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ കല്ല് പോലെ ഇരിക്കും. പക്ഷേ ഇത് നന്നായിട്ട് വന്നു. പുറത്ത് കാറ്റും മഴയൊക്കെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഉപ്പേരിക്കുള്ളത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത്രയേ ഉള്ളൂ.